You are watching TV Next. ഇനീഷ് ഇപ്പോൾ 2 വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ആനിമേഷൻ രംഗത്ത്. അപ്പോൾ ഇനീഷ് ഈ ഒരു അവാർഡ് വേണ്ടി എത്രയാണ് ആദ്യം കഷ്ടപ്പെട്ടത്, എങ്ങനെയാണ് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നത്? ഈ റെക്കോർഡിന് വേണ്ടി നിപ്പോൺ ഗ്രൂപ്പുകാരാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അവരുടെ പ്രൊമോഷന് വേണ്ടി ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ അപ്രോച്ച് ചെയ്തു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്ത് ഫെയിലായി. അടുത്ത് വീണ്ടും നമ്മളൊരു പ്രോമിസ് കൊടുത്തല്ലോ, അപ്പോൾ സെക്കൻഡ് ടൈം അറ്റംപ്റ്റ് ചെയ്തു, അതും പോയി. അടുത്ത മൂന്നാമത്തെ ടൈം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അത് അറ്റംപ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അവരുടെ കാറ്റഗറി 30 മിനിറ്റ്സിൽ 16 ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് അവരുടെ കാറ്റഗറി. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു, പക്ഷേ ആ 30 മിനിറ്റ്സ് കംപ്ലീറ്റ് ആക്കിയില്ല. അങ്ങനെ 2 പ്രാവശ്യം റിജക്റ്റ് ചെയ്തു. മൂന്നാമത്തെ പ്രാവശ്യം 30 മിനിറ്റ്സിൽ 30 ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്ത് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഡബിള് നമ്മൾ ചെയ്തായിരുന്നു, പൊളിച്ചടിക്ക്. അങ്ങനെ അത് ആയപ്പോഴത്തേക്ക് അത് വേൾഡ് റെക്കോർഡായി മാറി. വേൾഡ് റെക്കോർഡിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ റെക്കോർഡ് കിട്ടിയപ്പോഴത്തേക്കും ഗ്രാൻഡ് മാസ്റ്റർ പട്ടം കിട്ടി. ഇപ്പോൾ എത്ര മക്കളാണ്? 2 മക്കളാണ്, വൈഫും ഉണ്ട്. അതെ. അപ്പോൾ ഇതിന് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു സപ്പോർട്ട് വേണം. അതെ. അതെങ്ങനെയാണ് വൈഫിന്റെ ഭാഗത്ത്? വൈഫിന്റെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ടാണ്, നല്ല പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടാണ്. ഗ്രാഫിക്സ് ഒക്കെ ചെയ്യുമ്പോഴേ രാത്രി കുറെ സമയം ഉറങ്ങാതിരിക്കണം, നമുക്ക് കൃത്യസമയത്ത് ഉറങ്ങാൻ പറ്റില്ല, റണ്ടറിങ് ടൈം ഉണ്ട്. ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു? രാത്രിയിൽ പലപ്പോഴും ഉറങ്ങാറില്ല, ചില ദിവസങ്ങളിൽ കൂടെ ഇരിക്കാറുണ്ട്. ചിലപ്പോ അങ്ങനെ പറയാം, കാരണം ഇതൊന്നും തീരുമെന്ന് അറിയില്ല. കാരണം പ്രോസസ്സാണ്. കാരണം റണ്ടറിങ് എന്ന് പറയുന്നത് അല്ലേ നമുക്ക് കേസിനും അവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം ഈ ഒരു വലിയൊരു നീണ്ട കാലത്തെ ഒരു ഇത് ഇപ്പൊ പറഞ്ഞല്ലോ, ഞാൻ പുള്ളിക്കാരുടെ ഇടയിൽ ചോദിച്ചതേ ഉള്ളൂ. ഇത് കിട്ടിയപ്പോഴുള്ള പുള്ളിക്കാരുടെ സന്തോഷവും നിങ്ങളുടെ മക്കളുടെയൊക്കെ ഫാമിലിയാണ് അതൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്, അതെങ്ങനെയാണ്? അതെ, നല്ല ഒരു ഇതായിരുന്നു. നല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ എനിക്ക് ആദ്യം ഒരെണ്ണം കിട്ടിയല്ലോ. രണ്ടാമത് നമ്മൾ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും അത് റിജക്ട് ചെയ്തു. രണ്ടാമതും റിജക്ട് ചെയ്തു, ഫസ്റ്റും റിജക്ട് ചെയ്തു. അതിന് മുൻപുള്ളത് കിട്ടിക്കഴിഞ്ഞു, ഓക്കെയാണ്. വലിയ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയില്ല. പക്ഷെ പിന്നീട് ആ ഗ്രാൻഡ് മാസ്റ്റർ പട്ടം കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അനിമേഷൻ രംഗത്ത് തന്നെ അനിമേഷൻ ഏറ്റവും ഇപ്പം ബാക്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, AI ടെക്നോളജി വന്നതിന് ശേഷം ഏറ്റവും ബാക്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അനിമേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്കൾപ്റ്റിങ്ങും ശില്പകലയും കൂടെ ചേർന്നിട്ടുള്ള ഒരു സാധനമാണ് അനിമേഷൻ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ആണ് നമ്മൾ ന്യൂ ടെക്നോളജിയിലാണ് അനിമേഷനായിട്ട് വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാം, ഒരു കഷ്ടപ്പാടും ഇല്ല. പക്ഷെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിനൊരു പരിമിതിയൊക്കെ ഉണ്ട്. ഞാനും അത് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അതിന്റെ കോഴ്സൊക്കെ ഞാനും ചെയ്ത് നോക്കിയായിരുന്നു. ഒരു ഡ്രോയിങ് ആർട്ടിസ്റ്റ് എന്നോ ഒരു മോഡലിംഗ് ആർട്ടിസ്റ്റ് എന്നോ പറയുമ്പോഴത്തേക്കും പെയിന്റും ബ്രഷും തൂക്കിക്കൊണ്ട് നടക്കുന്ന ഒരാളെന്നൊരു ലേബിൾ മാത്രമേ, ഒരു അവഗണന മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ല, അതിനപ്പുറത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന പല കാര്യങ്ങളും ഇത് ബേസ് ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മളിപ്പോൾ വരയ്ക്കുന്നതായാലും അല്ലെന്നുണ്ടെങ്കിൽ ഒരു മോഡലിംഗ് ചെയ്യുന്ന, ഒരു ശില്പകല ചെയ്യുന്ന ഒരാളായാലും അത് ബേസ് ചെയ്തിട്ട് നമ്മൾ മുന്നിലോട്ട് ടെക്നോളജി ബേസ് ചെയ്തിട്ട് മുന്നോട്ട് പോയാലേ നമുക്ക് ഇന്നത്തെ കാലത്ത് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.